നമസ്കാരം, SSC ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് CGLന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും ചോദിച്ച് കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ തവണത്തെ CGLന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ CGLന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കാണാത്തവർ തൊട്ട് മുന്നേ ഉള്ള വീഡിയോസ് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ ഇനി മുതൽ നമ്മൾ CHSLന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുന്നുണ്ട്. എല്ലാ ടോപ്പിക്കും ഒരുവിധം, അതായത് ലെറ്റർ കോഡിങ്, നമ്പർ സീരീസ്, കോഡിങ്ങുമായിട്ടുള്ള ലെറ്റർ നമ്പർ കോഡിങ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ ജസ്റ്റ് അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അപ്പം അതുപോലെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. കുറച്ച് ചില ക്വസ്റ്റ്യൻസ് എന്താണ് ന്യൂ പാറ്റേൺസിലൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ അവർ അവോയ്ഡ് ചെയ്തും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്, അതായത് ഇപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ചാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. സിമ്പിൾ ആണ്. എല്ലാ എക്സാംസിനും, SSCയുടെ, റെയിൽവേ, എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. അപ്പൊ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നോക്കാം. അപ്പൊ ഇത് മാത്സ് ചെയ്യാൻ അറിയുന്നവർക്കുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. നിങ്ങൾ ഏതൊരു മാത്തമാറ്റിക്കൽ, ഒരു മാത്സ് എന്നൊരു ടോപ്പിക് CGLന് വേണ്ടി അല്ലെങ്കിൽ ഏതൊരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം പഠിക്കുന്നതാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് വേറെ ഒന്നുമില്ല, അത് സ്പീഡപ്പ് ആക്കി പ്രാക്ടീസ് ചെയ്ത് ചെയ്താൽ നമുക്ക് ആ ടൈം കുറച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ടൈം കുറച്ച് ചെയ്യാൻ പറ്റും. അത് ബൈ പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഏതൊരു മാത്സ് തുടങ്ങുമ്പോഴും നമ്മൾ എന്ത് തന്നെയാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്ത് തന്നെയാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇത് 11/9/2024 ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ CGLന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പല രീതിയിലാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചോദിക്കുന്നത്. കണക്ക് എന്താണ് കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും അറിഞ്ഞിരുന്നാൽ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ബോർഡ് മാസ് റൂൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ അത് വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ബോർഡ് മാസ് ഇപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ഇല്ല, സോ ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മതി. എന്താണ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക. ഞാൻ ഇതിന്റെ ആൻസർ പറഞ്ഞു തരാം. ഇതിലിപ്പോ എങ്ങനെയാന്ന് വെച്ചാല് സെലക്ട് ദ നമ്പർ ദാറ്റ് വിൽ കം ദ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതിന്റെ ഒരു എന്താണ് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ചേഞ്ച് ചെയ്താൽ, അതായത് ഒരു ഏതൊക്കെ ചേഞ്ച് ചെയ്യണമെന്നാണ്, പ്ലസും മൈനസും ഇന്റർചേഞ്ച് ആൻഡ് അതിനെന്താകുക ഇൻഡുവും നമ്മള് ഡിവിഷനും ആക്കി ഇന്റർചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും എന്നുള്ളതാണ്. അതായത് ഇവിടെ തന്നിട്ടുള്ള പ്ലസും മൈനസും ഉണ്ടല്ലോ, ഈ പ്ലസും മൈനസും മാറ്റി എന്താണ് ഇൻഡു മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആക്കി മാറ്റുമ്പോൾ ഇവിടെ എന്ത് കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് നിങ്ങളുടെ ആൻസർ. ഇതാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. പല രീതിയിലും വരാം. ചിലപ്പോൾ ഒന്നും ചേഞ്ച് ചെയ്യാതെ അങ്ങനെ തന്നെ ചോദിക്കാനും വരും. അങ്ങനെ തന്നെ വെറുതെ ഒന്ന് സിംപ്ലിഫിക്കേഷൻ, ബോർഡ് മാസ് വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും വരും കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഇവർ പറഞ്ഞിരുന്നത്? പ്ലസും മൈനസും ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇന്റർചേഞ്ച്. അപ്പൊ ഞാനിത് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാലും മതിയാവും. ഓക്കെ, ഈ എടുത്ത് എഴുതുന്നതിലുള്ള മിസ്റ്റേക്ക് കൊണ്ട് മാത്രമേ ഈ ക്വസ്റ്റ്യൻ തെറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ തെറ്റ് വരാനുള്ള ചാൻസ് ഒന്നുമില്ല. അതായത് ഈ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള തെറ്റ്, പ്ലസ് മൈനസ് ആകാൻ നമ്മൾ ആ ക്വസ്റ്റ്യനിലുള്ളത് കറക്റ്റ് ആയിട്ട് മാറ്റി എഴുതുക, അത്രേ ഉള്ളൂ. അത് മാറ്റി എഴുതി കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ചെയ്തു പോവാണ്. ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, പിന്നെ അഡിഷൻ ചെയ്യുക, പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യുക. ബോർഡ് മാസ് റൂൾ നിങ്ങൾക്ക് അറിയില്ല, അതിനനുസരിച്ച് തന്നെ ചെയ്യുക. ഓക്കെ, മാറ്റി എഴുതുക. ഇപ്പൊ ഇത് മൈനസും പ്ലസും ഞാനത് ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്ലസും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആൻസർ എങ്ങനെ വരിക എന്ന് വെച്ചാല് 41 പ്ലസ് 81 മൈനസ് 7 എന്ന് വരും. അപ്പൊ അത് ആഡ് ചെയ്തിട്ട് കുറയ്ക്കുമ്പോ നമുക്ക് ആൻസർ 22 മൈനസ് 7 115 എന്ന് ആൻസർ വരും. ഓക്കെ, ആൻസർ 115 ആണ് ആൻസർ. ഓക്കെ, ഇത് തന്നിരിക്കുന്നത് ഇന്റർചേഞ്ച് ചെയ്യുക, കൂട്ടാനും കുറയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാം, അത് വെച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇന്റർചേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലസും മൈനസും ആണ്. ആൻഡ് നേരത്തെ ചെയ്ത സെയിം അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിരിക്കുന്നത് 11/9/2024 ഷിഫ്റ്റ് 3 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് അതുപോലെ ചെയ്ത് നോക്കാം. 304 ഡിവൈഡഡ് ബൈ 19 പ്ലസ് 101 മൈനസ് 23 into 5. ഓക്കെ,
ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ഇന്റർചേഞ്ച് ചെയ്ത് പ്ലസും മൈനസും ഇന്റർചേഞ്ച് ചെയ്തു. പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആക്കി, മൈനസ് ഉള്ളിടത്ത് പ്ലസ് ആക്കി, ഡിവിഷൻ ഉള്ളിടത്ത് മൾട്ടിപ്ലിക്കേഷൻ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് അല്ലാത്തത് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നമുക്ക് 16 കിട്ടും. പ്ലസ് 101, 23 ഇൻറ്റു 5 എന്ന് പറയുന്നത് 115, 117 മൈനസ് 115, നമുക്ക് ആൻസർ 2 കിട്ടും. ഓക്കെ, നമുക്ക് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 4 2 എന്ന് കിട്ടി. ഓക്കെ, എത്ര ഉള്ളു കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. അത് ചോദിച്ചിരിക്കുന്നത് 12/9/2024 ഷിഫ്റ്റ് 1 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് പൗസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിൽ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഓക്കെ, 342. ഇത് ഞാനതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഇവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇന്റർചേഞ്ച് ചെയ്ത് സിമ്പിൾ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുകയാണ്. പ്ലസ് 45 ഇൻറ്റു 3, 45 ഇൻറ്റു 3, 45 ഇൻറ്റു 3 135 വരും. 342/18 19 ആണ്. മൈനസ് 79 പ്ലസ് 135 ആണ് വരുന്നത്. 154 മൈനസ് 79 എന്ന് പറയുമ്പോൾ എത്ര വരും? 75 ആണ് ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് 75 ആൻസർ കിട്ടി. ഓപ്ഷൻ 2 ആണ്. അപ്പം ശ്രദ്ധിച്ച് എഴുതുക, കൂട്ട് ലാസ്റ്റ് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ തന്നെ പോവുക കേട്ടോ. അത് മാറാതെ ചെയ്യുക. അപ്പൊ അടുത്തടുത്തുള്ളത് ചെയ്യുക. അങ്ങനെയാണ് കൂടുതൽ പേർക്ക് മിസ്റ്റേക്ക് വരുന്നത്. ഈ എടുത്ത് എഴുതുന്നതിലും, അതായത് ഇന്റർചേഞ്ച് ചെയ്യുന്നതിലും, ഈ ബോർഡ് മാസ് ഉപയോഗിക്കാതെ ചെയ്യുന്നതിലുമാണ് മിസ്റ്റേക്ക് വരുന്നത്. അതിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. ഏതൊക്കെ സിമ്പിൾ ഇന്റർചേഞ്ച് ചെയ്താലാണ് ഈ ആൻസർ കിട്ടുക എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാനുള്ള അവർ തന്നിട്ടുണ്ട്, നമുക്ക് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ എന്താണ്? ആൻസർ തന്നിട്ടുണ്ട്, നമ്മൾ സിമ്പിൾസ് എന്ത് ചെയ്യുക? ഇന്റർചേഞ്ച് ചെയ്യുക. അത് ഏതൊക്കെ സിമ്പിൾസ് ഇന്റർചേഞ്ച് ചെയ്താൽ, ഇപ്പം ഈ ഒരു എന്താണ് തന്നിരിക്കുന്നതില് 377 ആണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ആ 377 കിട്ടണമെങ്കിൽ ഇതിൽ ഏതൊക്കെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാലാണ് 377 കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ്? ഇപ്പൊ പ്ലസും ഇൻറ്റു ആണോ അല്ലെങ്കിൽ മൈനസും ഇൻറ്റു ആണോ, അത് തന്നിട്ടുണ്ട് അവര്. അതിൽ ഏതാണ് നമുക്ക് എന്താണ്, അപ്പൊ അതിൽ ഏതാണ് നമുക്ക് എന്താ ചെയ്താലാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇച്ചിരി മറ്റതിനേക്കാൾ ഇച്ചിരി ടൈം എടുക്കുന്നതും ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എളുപ്പമാവും ചെയ്യാനായിട്ട്. ഇത് 10/9/2024 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഈ ഡിവിഷൻ ഒക്കെ ഒന്ന് നോക്കി ഇതിൽ എങ്ങനെ ഈ ആൻസർ വരും, ഇവിടുത്തെ ആൻസർ വലിയ സംഖ്യയാണോ ചെറിയ സംഖ്യയാണോ, അപ്പം ഇത് ഡിവൈഡ് ചെയ്താൽ പറ്റുമോ, ഈ ഡിവിഷന് പകരം ഇൻറ്റു കൊടുത്താൽ എങ്ങനെയാണ്, അത് ജസ്റ്റ് ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്യുക. ആൻസർ വെച്ചിട്ട് ഇപ്പൊ ഇത് വലിയ ആൻസർ ആണോ ചെറിയ ആൻസർ ആണോ, അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ലോജിക്കൽ തിങ്ക് വഴിയാണ് നമ്മളിത് സാധാരണ ചെയ്യുന്നത്. അപ്പൊ അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോന്നായിട്ട് കൊടുക്കണം. അത് എന്താണ് ടൈം കൺസ്യൂമിങ്, ഒത്തിരി ടൈം എടുക്കും. എങ്കിൽ കൂടി നമ്മൾ ഒരെണ്ണം വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഇവിടെ ഇത് അറിയുന്നത് കൊണ്ട് ഞാൻ ഇത് വെച്ച് നോക്കുകയാണ്, എനിക്ക് അറിയുന്നത് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് 4 വെച്ച് നോക്കിയതിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ എടുത്തത്. അപ്പൊ നമ്മൾ ഇതെല്ലാം വെച്ച് ചെയ്ത് നിങ്ങളെ കാണിക്കേണ്ട അത്രയും ടൈം വേണ്ടാത്തോണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്തത്, കിട്ടിയത് വെച്ചിട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് കിട്ടിയത് ഈ മൈനസും മൾട്ടിപ്ലിക്കേഷനും ഇതാണ് ഞാൻ ഇന്റർചേഞ്ച് ചെയ്തത്. ഇപ്പം ഈ മൈനസ് വരുന്നിടത്ത് ഇൻറ്റു കൊടുത്തു, ഈ മൾട്ടിപ്ലിക്കേഷൻ വരുന്നിടത്ത് എന്ത് ചെയ്തു, മൈനസ് കൊടുത്തു. അത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ആൻസർ കിട്ടിയത്. അപ്പൊ ഞാൻ അതാണ് ഇവിടെ മൈനസ് ആയിരുന്നു, അപ്പൊ ഞാൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നത്, ഞാൻ അവിടെ സബ്ട്രാക്ട് ചെയ്തു, ബാക്കി സെയിം അതുപോലെ എടുത്തു. ഈ 455/7 ആണ് ഈ 65 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ചെയ്തപ്പോ എന്ത് ചെയ്തു, ആൻസർ 377 കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഈ ആൻസർ കിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ ലോജിക്ക് വെച്ച് നോക്കുക. ലോജിക്ക് വെച്ച് നോക്കുമ്പോഴത്തേനും എങ്ങനെ വലിയ നമ്പർ ആണോ, ഇവിടെ വലിയ നമ്പർ ആണോ ചെറിയ നമ്പർ ആണോ കിട്ടുക എന്ന് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ മനസ്സിലാവുമല്ലോ, എങ്ങനെ ചെയ്താൽ ഇത്ര വലിയ നമ്പർ വരുമെന്ന്. അത് ആ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്തതും ഇതുപോലത്തെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കിയേ, സെയിം ആസ് എന്താണ്, ഇന്റർചേഞ്ച് ചെയ്യാനാണ്. ഇത് നമുക്ക് 12/9/2024 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് 119 ആണ് ആൻസർ. 119 കിട്ടാൻ നമ്മൾ ഏതൊക്കെ സിമ്പിൾസ് മാറ്റിയാൽ നമുക്ക് 119 കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. പ്ലസും ഇൻറ്റും, നമുക്ക് ആദ്യം പ്ലസും ഇൻറ്റും മാറ്റി നോക്കാം. അതായത് ഇതും ഇതുമാണ്, പ്ലസും മൾട്ടിപ്ലിക്കേഷനും മാറ്റിയാൽ നമുക്ക് 119 കിട്ടില്ല. സോ അപ്പൊ നമുക്ക് അടുത്തത് വെച്ച് നോക്കാം. ഇതുപോലെ ഓരോന്നും നമ്മൾ വെച്ച് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
മൈനസും പ്ലസും നോക്കാം. 247 247 ഡിവൈഡഡ് ബൈ 13 എന്ന് പറയുന്നത് 19 ആണ്. 19 ഇൻറ്റു 16 പ്ലസ് 3 മൈനസ് 148 304 പ്ലസ് 3 മൈനസ് 148 19 മൈനസ് 48 പ്ലസ് 147 167 മൈനസ് 48 എന്ന് പറയുന്നത് 119 ആണ് അല്ലെ. നമുക്ക് ഏത് കിട്ടും? മൈനസും പ്ലസും രണ്ടാമത്തെ ഓപ്ഷൻ വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 119 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോന്ന് വെച്ച് ചെയ്ത് നോക്കണം. അപ്പൊ ഞാനിവിടെ എല്ലാം വെച്ച് ചെയ്തൊക്കെ നമുക്ക് അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അടുത്ത് വേറൊരു ടൈപ്പാണ്. അതിൽ നമ്മൾ എന്താണ് സിമ്പിൾ അല്ല മാറ്റുന്നത്, നമ്പർ ആണ് മാറ്റുന്നത്. നമ്പർ മാറ്റുമ്പോൾ ഏതൊക്കെയോ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ 27 എന്ന് പറയുന്നത് അത് കിട്ടണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? അല്ലാതെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്യുന്നത് സിമ്പിൾ മാറ്റുക എന്നുള്ളതാണ്. അടുത്ത സിമ്പിൾ അല്ല, നമ്പർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ അത് 11/9/2024 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്കിതൊന്ന് എല്ലാ നമ്പേഴ്സും വെച്ചൊന്ന് ചെയ്ത് നോക്കുകയാണ് ഞാന്. ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി സ്പീഡായിട്ട് ചെയ്താലേ നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ 3ഉം 4ഉം ചേഞ്ച് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്തത്? 27 എന്നുള്ളത് ആൻസർ കിട്ടിയത്. ബാക്കിയെല്ലാം ചേഞ്ച് ചെയ്തിട്ട് കിട്ടിയില്ല. ബാക്കിയെല്ലാം ചേഞ്ച് ചെയ്തത് അതുകൊണ്ട് ഇത്രയും സമയം വേണ്ടെന്നാണ് നമ്മൾ അത് എഴുതാത്തത്. അപ്പൊ ഞാൻ എന്താണ് 3ഉം 4ഉം ഈ 3ഉം ഈ 4ഉം എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി. 48 ഡിവൈഡ് ബൈ 4 12 ഇൻറ്റു 3 മൈനസ് 6 ഇൻറ്റു 7 പ്ലസ് 21 ആണ്. അപ്പൊ 3ഉം 4ഉം മാറ്റി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടി? 27 എന്ന് കിട്ടി. ഓക്കെ, അപ്പം 3ഉം 4ഉം ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 3 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനും സെയിം ആണ്. ഇതുപോലെ നമ്പേഴ്സ് മാറ്റിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? 150 എന്നുള്ളൊരു നമ്പർ ആണ് വേണ്ടത്. ഇതും 10/9/2024 ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2ഉം 4ഉം ആണ് ഇന്റർചേഞ്ച് ചെയ്യേണ്ടത്. ഞാൻ എല്ലാം ഇന്റർചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് കിട്ടിയ ആൻസർ ആണ് അത് വെച്ച് സോൾവ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. 2ഉം 4ഉം ഇതാണ്. ഈ 4ഉം ഈ 2ഉമാണ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം. ബാക്കി സിമ്പിൾ ഒന്നും ഇന്റർചേഞ്ച് ചെയ്യണം. നമ്പേഴ്സ് മാത്രം ഇന്റർചേഞ്ച് ചെയ്തപ്പോ എത്ര കിട്ടി? അപ്പൊ എന്ത് ചെയ്തു? ഈ 4 മാറി 2 ആയി, 2 മാറി 4 ആയി. അപ്പൊ അത് സോൾവ് ചെയ്തപ്പോ എന്ത് കിട്ടി? നമുക്ക് 150 എന്നുള്ള ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആദ്യം നമുക്ക് നമ്പർ ആൻസർ കണ്ടുപിടിക്കേണ്ടവരെണ്ണം, പിന്നെ നമ്പർ സിമ്പിൾസ് ഇന്റർചേഞ്ച് ചെയ്യേണ്ടവരെണ്ണം, പിന്നെ എന്താണ് നമുക്ക് നമ്പേഴ്സ് ഇന്റർചേഞ്ച് ചെയ്യേണ്ടവരുണ്ടാവും. അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ ചോദിച്ചു വരുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. കൂടുതലും ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ നമ്പർ സിമ്പിളും നമ്പറും മാറ്റുന്നത്. അപ്പൊ ഈ നമ്മൾ 4 ഓപ്ഷൻ നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആൻസർ കിട്ടുള്ളൂ. അപ്പൊ കുറച്ച് എന്താണ് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ആൻസർ ഓപ്ഷൻ 1 ആണ്. 2ഉം 4ഉം ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.